Hello guys, welcome back. It's been a long time since our last video. Anyway, എന്നത്തെയും പോലെ അഷ്വറൻസസ് ഓഫ് ഫ്രീക്വൻറ്റ് അപ്ലോഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്തിട്ട് സെപ്റ്റംബറിൽ മുങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴാണ് സർഫസ് ചെയ്യുന്നത്. ഇതൊരു ദിസ് ഇസ് വാട്ട് ഐ വുഡ് കോൾ എ ഫ്രീ വീലിംഗ് കൺഫെഷൻ. ജസ്റ്റ് ഒരു ഫില്ലറായിട്ട് കൺസിഡർ ചെയ്താൽ മതിയാവും. ബട്ട് ഈ ടോപ്പിക്ക് കുറേ നാൾ മുന്നേ ചെയ്യണം എന്ന് വിചാരിച്ച് നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന. അപ്പോൾ മേ ബി ദിസ് ഇസ് ലൈക്ക് ദാറ്റ് right time to release it. As the thumbnail suggests, it's about the Jimny. ഒരു ചെറിയ കഥ പറയാം. അതായത് കഥയല്ല, നടക്കുന്ന സംഭവമാണ്. അതായത് ഒരു 2023 ജാനുവരിയിലാണ് ജിംനി അൺവെയിൽ ആകുന്നത് ഓട്ടോ എക്സ്പോ ഡൽഹിയിൽ. അപ്പോൾ അൺവെയിലായ സമയത്ത് ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു അത്രയും അറ്റൻഷൻ കിട്ടിയ വേറൊരു ലോഞ്ച് പിന്നെ അതിന് മുമ്പേ ഉണ്ടായിരുന്ന താറിൻ്റെയാണ്. പക്ഷേ അത് ഓട്ടോ എക്സ്പോ ലോഞ്ച് പോലും അല്ല. അപ്പോൾ എനിക്കിപ്പോഴും ആ ഫുട്ടേജ് ഓർമ്മയുണ്ട്. ജിംനിയും ഫ്രോങ്സും ഒരേ പ്ലാറ്റ്ഫോമിലോട്ടാണ് അവർ അൺവെയിൽ ചെയ്യാൻ വേണ്ടി ഡ്രൈവിങ് ചെയ്തത്. അപ്പോൾ ജിംനിക്കാണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടിയത് ഫ്രം മീഡിയ, ഫ്രം ദ പബ്ലിക്. അതായത് വരുന്ന യൂട്യൂബിലെ വീഡിയോസ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടിയത് ജിംനിക്കാണ്. ഫ്രോങ്സ് വാസ് ലൈക്ക് കൈൻഡ് ഓഫ് റെഡ്യൂസ് ടു വൺ സൈഡ്, ഒരു കോർണറിലായി പോയി, മുങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞു. ബട്ട് രണ്ട് ടൈപ്പ് കാറുകളാണ്. അവർ എത്ര ഇത് ഫ്രോങ്സ് ഒരു എസ് യു വി ആണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ എസ് യു വി, ഇറ്റ്സ് ജസ്റ്റ് എ ജാക്ടപ്പ് പറയുന്നു. But somehow a lot of people felt eventually the Jimny is not going to be the winner, it's going to be the Fronx, and it happened. കാരണം every month, even to this month, ഒരു 10,000+ ഫ്രോങ്സ് സെയിൽ ആകുന്നുണ്ട്. ജിംനി ഓൺ ദ അതർ ഹാൻഡ് ആക്ച്വലി സാഡാണ്. അതായത് ചില മാസങ്ങളിൽ 3 digit ഫിഗേഴ്സിലാണ് ജിംനിയുടെ സെയിൽ വരെ നടക്കുന്നത്. And that's sad, especially considering the fact that it's quite a capable machine. If you are looking for a serious off-roader, a dedicated off-roader, then Jimny is like a very solid option. I booked the Jimny probably on the second day when the booking opened. അത് ഞാൻ ആദ്യം ഒരു ഡീലറിനെ ബുക്ക് ചെയ്തു. ഞാൻ ഡീലറിൻ്റെ പേര് പറയില്ല, ഒരു പ്രമുഖ ഡീലറിൻ്റെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ആഴ്ചകളോളം, ഇൻഫാക്ട് മാസങ്ങളോളം ഒരു അപ്ഡേറ്റും അവരുടെ നിന്ന് കിട്ടിയില്ല. അതായത് അവർക്ക് ഡെമോ വണ്ടി വന്നില്ല, ടെസ്റ്റ് വണ്ടി വന്നില്ല. സോ അതങ്ങ് വെയിറ്റ് അങ്ങ് മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി രണ്ടാമത് വേറൊരു ഡീലറിൻ്റെ അടുത്തും ബുക്ക് ചെയ്തു. ദാറ്റ് ഡീലർ വാസ് മോർ പ്രൊവാക്റ്റീവ്. അവർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടെസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. ബട്ട് ദാറ്റ്സ് വെൻ ദ റിയാലിറ്റി കിക്ക്ഡ് ഇൻ. ജിംനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനെ തരുന്നു ഓബ്വിയസ്ലി റോഡിൽ യൂസ് ചെയ്യാനും കുറച്ച് ബാഡ് റോഡ്സിൽ യൂസ് ചെയ്യാനും. അവിടെ ബാഡ് റോഡ്സ് ഇറ്റ് വാസ് പ്രിറ്റി സോളിഡ്. അതായത് നമുക്കറിയാം ഇത് കണ്ടാൽ ചെറുതാണെങ്കിൽ ഈ വണ്ടി ആക്ച്വലി നല്ല വെൽ ബിൽട്ടാണ്, നല്ല ഇടിച്ച് തകർത്ത് നമുക്ക് ബാഡ് റോഡ്സിൽ ഓടിക്കാം. ബട്ട് most of the time, most of us will be driving these cars on road. അത് എന്ത് നീഷ് ഓഫ് റോഡർ വണ്ടിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ എല്ലാ ദിവസവും ഓഫ് റോഡിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വണ്ടി എന്നുള്ള രീതിയിലല്ലല്ലോ ഇറക്കുന്നത് റോഡ് യൂസിന് പറ്റുന്നതാണ്. പക്ഷേ ആ കേസിൽ പേഴ്സണലി ഐ ഫൗണ്ട് ഇറ്റ് ഡിവോയ്ഡ് ഓഫ് എനി കൈൻഡ് ഓഫ് ഫൺ ആൻഡ് ഇൻഫാക്ട് ഇറ്റ് വാസ് റാദർ അൺകംഫർട്ടബിൾ. റൈഡിൻ്റെ പ്രശ്നമല്ല ഈ പറയുന്നത്. നമ്മൾ കുറച്ചും കൂടിച്ച് കഴിയുമ്പോൾ നമ്മൾ ചവിട്ടി കൊടുത്തു കഴിഞ്ഞ് ടോപ്പ് ഗിയർ എത്തിക്കഴിയുമ്പോൾ വണ്ടി ഒരു സ്റ്റഡി സ്പീഡിൽ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഓടാൻ പറ്റും. അതിന് വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യുന്ന പോലെ തോന്നി, അതങ്ങോട്ട് സെറ്റിൽ ആകുന്നില്ല. പിന്നെ വേറൊന്ന്, എനിക്കത് താറിൻ്റെ പോലത്തെ ഒരു ഒലച്ചിലില്ല വണ്ടിക്ക്. ഇൻഫാക്റ്റ് അത് താറിനേക്കാളും ബെറ്റർ സോർട്ടഡ് ആണ് റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്. പക്ഷേ എനിക്ക് ജനറലി ആ വണ്ടിയുടെ ഹാൻഡ്ലിങ്ങും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇൻഫാക്ട് ടേണിംഗ് റേഡിയസ് വാസ് സിഗ്നിഫിക്കൻ്റ്ലി ലാർജ് ഫോർ എ കാർ ഓഫ് ഇറ്റ് സൈസ്. ഇതൊരു ചെറിയ വണ്ടിയാണ്. ഇത് കഴിഞ്ഞിട്ട് റീസെൻ്റ്ലി I got to drive a Jimny extensively. ഒരു ഫുൾ ഡേ ഓടിക്കാൻ പറ്റും, പലതരത്തിലുള്ള ടെറൈനിൽ ഓടിച്ചു. ഐ ഫൗണ്ട് ദ സെയിം ഔട്ട്കം. അതായത് റോഡിൽ വളരെ ഒരു രസമില്ല ഓടിക്കാൻ. പക്ഷേ ഇത് നമുക്കപ്പോൾ ഓടിക്കുമ്പോൾ തോന്നും, ഇത് മേടിക്കാമായിരുന്നു നന്നായി എന്ന് തോന്നും. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ആ സമയത്തായിരിക്കും എതിരെ വേറൊരു ജിംനി വരുന്നത്. അതായത് പക്ഷേ ടേസ്റ്റ്ഫുള്ളി മോഡിഫൈ ചെയ്ത്, ഇപ്പോൾ ഒരുപാട് വലിയ വീലും വലിയ ടയർ വിട്ട് വലിയ ഓഫ് റോഡ് സ്പെക്കിൽ ഉണ്ടാക്കി റോഡിൽ കൂടി ഊട്ടിക്കൊടുക്കുന്ന സാധനമല്ല. പക്ഷേ ടേസ്റ്റ്ഫുള്ളി മോഡിഫൈ ചെയ്ത ഒരു ജിംനി എതിരെ വന്നു. യു സ്റ്റിൽ വോണ്ട് വൺ. അതാണ് ഇതിൻ്റെ ഒരു വലിയ മിസ്റ്ററിയും ഒരു ട്വിസ്റ്റ്. അതാണ് യു സ്റ്റിൽ വോണ്ട് വൺ. നമുക്കത് റിമെമ്പർ ദ ഫാക്ട് ദാറ്റ് ഐ ആം ഡ്രൈവിംഗ് വൺ വെൻ ഐ സീ ദ അതർ ജിംനി. ബട്ട് വെൻ യു സീ വൺ യു വോണ്ട് വൺ. ഇതൊരു നീഷ് പ്രോഡക്റ്റായിട്ട് ഇറക്കാനാണെങ്കിൽ മാരുതി ഷുഡ് ഹാവ് ആക്ച്വലി ലോഞ്ച് ദ 3 door. അതായത് ദാറ്റ് വുഡ് ഹാവ് ബീൻ പ്രൈസ് സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ദാൻ വാട്ട് ദിസ് തിങ് വാസ് ഓഫേർഡ് ഇൻ ദ ഫസ്റ്റ് few months. 18 lakhs എടുത്തായിരുന്നു ഒന്ന് ടോപ്പ് എൻഡ്. ഇപ്പോൾ there is a discount and ഇപ്പോൾ ഇയർ ഔട്ട് മോഡലിന് there is like a 2.1 lakh discount. ഈവൻ ഇടയ്ക്ക് വെച്ച് ഇവർ തന്നെ ഒരു പ്രൈസ് കട്ട് കൊണ്ടുവന്നു. സോ ദോസ് തിങ്സ് ഷുഡ് ഹാവ് ഹാപ്പൺ സൂണർ. മേ ബി ദേ ഷുഡ് ഹാവ് പ്രൈസ്ഡ് ഇറ്റ് റീസണബിളി ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഈ കാണുന്ന ഡിസ്കൗണ്ട് പരിപാടിയൊക്കെ ആദ്യമേ ഒരു റീസണബിൾ പ്രൈസിൽ ഇട്ടിരുന്നെങ്കിൽ ദിസ് തിങ് വുഡ് ഹാവ്
sold much better than how it actually ended up on the sales chart. And above all, I strongly believe they should have launched the 3-door. അതായത് ഈ പറഞ്ഞ നീഷ് ഓഡിയൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാഷ്വൽ ഓഡിയൻസ് ഹൂ ഡസൻ വോണ്ട് ടു സ്പെൻഡ് 18 lakhs ബട്ട് ഹൂ സ്റ്റിൽ ലവ് ദ ജിംനി, അവർക്കായിരുന്നെങ്കിലും 3-door would have made more financial sense. See, most of us can manage a maximum of 2 cars. ഞാൻ ആ സമയത്ത് ഐ വാസ് ലുക്കിംഗ് ഫോർ എ സിംഗിൾ കാർ വിച്ച് കുഡ് ഫിറ്റ് ഓൾ പർപ്പസസ്. എനിക്ക് ഇടയ്ക്കൊന്ന് ചെറിയ തോതിലൊന്ന് ഒരു വാഗമണ്ണോ ഇടുക്കിയോ ഒക്കെ പോകുമ്പോൾ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ ഈ ഒരു ഇറ്റ്സ് ഗുഡ് ടു നോ ദാറ്റ് യു ആർ ഇൻ എ കാർ വിച്ച് ഇസ് കേപ്പബിൾ ഇനഫ് ടു ഡു ദാറ്റ്. ഒരു 4x4 ഒരു ട്രിക്കി സിറ്റുവേഷനിൽ എത്തിയാൽ ദ 4x4 വിൽ ഹെൽപ്പ് യു ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളൊരു അവയർനെസ് ഇസ് ഓൾവേസ് ഗുഡ്. സോ അത് കണക്കിലെടുത്തുകൊണ്ട് ഐ വാണ്ടഡ് ടു ബൈ ദ ജിംനി. ആൻഡ് അബവ് ഓൾ ഐ ലൈക്ക് ദ വേ ദ ജിംനി ലുക്ക്ഡ്. ഐ ലൈക്ക് ദ വേ ഇറ്റ് മെയ്ഡ് മീ സ്മൈൽ എവറി ടൈം ഐ സീ വൺ. ഇറ്റ് സ്റ്റിൽ ഡസ്. ഡ്രൈവ് ചെയ്യാൻ സമയത്ത് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല, അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് I had to cancel it. But having said all of that, if I come across an example which is like കുറച്ച് റീസണബിളി നല്ല രീതിയിൽ ഓടിച്ചിട്ടുള്ള റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂസ്ഡ് പീസ് കണ്ടാൽ, if I have the financial resources at hand at that point of time, I would still buy one because I still want to own one. അത് ഭീകരമായ മോഡിഫിക്കേഷൻസ് ചെയ്യണമെന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അതാണ് ഈ ജിംനിയുടെ മെയിൻ പ്രശ്നം. If I have to put it in one line, I would rather say, when you drive one, you don't want one, but when you see one, you want one. അതിന് സിമിലർ ആയിട്ടുള്ള മലയാളം ഫ്രേസ് വേറെ ഏതോ ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു, ബട്ട് ഞാനിവിടെ കോട്ട് ചെയ്യില്ല. ബട്ട് ഈവൻ ദെൻ ജിംനി ആ ഒരു കേസിൽ ഇപ്പോഴും അതിൻ്റെ അപ്പീൽ പോയിട്ടില്ല. നമുക്ക് ഓടിക്കുമ്പോഴത്തേക്ക് തോന്നും, ഇത് മേടിക്കുന്ന കാശിന് മേടിക്കുന്ന മുതലാകില്ല, സെൻസിബിൾ ബൈ എല്ലാം തോന്നുമെങ്കിലും നമുക്കത് കാണുമ്പോൾ, നല്ലൊരു എക്സാമ്പിൾ കാണുമ്പോൾ നമുക്കത് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ആൻഡ് മേ ബി ഒരു റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള യൂസ്ഡ് പീസ് കിട്ടിയാൽ യു മേ ഹാവ് ദ ഫണ്ട്സ് അറ്റ് യുവർ ഹാൻഡ് ടു ടേക്ക് കെയർ ഓഫ് സം ഓഫ് ദ ഇഷ്യൂസ് വിച്ച് ആർ കൈൻഡ് ഓഫ് പുട്ട് മീ ഓഫ് ദ ഐഡിയ ഓഫ് ബൈയിങ് വൺ. ലൈക്ക് ഇച്ചിരി അണ്ടർ പവേർഡ് ആണ്, അത് അഡ്രസ്സ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ബിക്കോസ് വി ഗോട്ട് ടു സീ സം റിയലി സൂപ്ഡ് അപ്പ് ജിംനീസ് വിത്ത് exceptional power figures, and at the same point of time there are people who have made changes to the Jimny which addresses its transmission issues. So adinalla solutions undu. It's just that I can't afford to buy a new Jimny and spend another few lakhs into making it a car which is fun to drive. It makes more sense to, let's say, buy one used and then spend some money in kind of upgrading it to suit the needs. Somewhere down the line, if I have that money, I may buy a Jimny. The second car I may buy the Jimny. Until then, Takara Tommyയുടെ ഒരു സ്കെയിൽ മോഡൽ ജിംനി ഉണ്ട്, 2-door. അതെന്തായാലും മേടിച്ച് ഓൺ ടേബിൾ വെച്ചിട്ടുണ്ട്. സോ അണ്ടിൽ ദ റിയൽ വൺ കംസ് അലോങ്, ഐ ഹാവ് ടു അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ്. എനിവേ, അപ്പോൾ ഇതൊരു ഫില്ലർ കോണ്ടൻ്റ് ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്ത് ഇതൊന്ന് തിരിച്ച് വരുന്നതിൻ്റെ ഒരു ഫില്ലറായിട്ട് ചെയ്തതാണ്. ബട്ട് ഈ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എന്നുള്ളൊരു സീരീസ് പതുക്കെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ശ്രമിക്കാം കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാനും കുറച്ചുകൂടെ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാനും മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. സോ ഓൺ ദാറ്റ് ടെറിബിൾ ഡിസപ്പോയിൻമെൻറ്റ്, ഡ്രൈവ് സേഫ്, ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഓസം.